TC ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിന്റെ മാത്സ് ആണ് എടുക്കുന്നത്. അതിന്റെ തേർഡ് സെക്ഷൻ ആണ്. 2 ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ 2 ഭാഗത്തില് നമ്മൾ പറഞ്ഞു സീക്വൻസ് എന്താണെന്നാണ് കേട്ടോ. അരിതമെറ്റിക് സീക്വൻസ് ആണ് പാഠം. ഈ അരിതമെറ്റിക് സീക്വൻസ് എഴുതാൻ ഇപ്പൊ സീക്വൻസ് എഴുതാനായിട്ട് കുറച്ച് നമ്പർ കൊണ്ട് സീക്വൻസ് എഴുതാൻ നമ്പർ സീക്വൻസ് എഴുതാൻ നമ്മൾ പഠിച്ചു അല്ലെ. ഏതെങ്കിലും ഒരു പ്രത്യേക അവർ പറയുന്ന റൂളിൽ വെച്ചിട്ട് നിങ്ങളൊരു കുറച്ച് നമ്പേഴ്സ് എഴുതി നമ്പർ സീക്വൻസ് എല്ലാവർക്കും എളുപ്പമാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിന്യൂഷൻ ഇപ്പൊ ചെയ്യണേ. ആ ഫസ്റ്റ് സെറ്റിലെ 2 കണക്കാണ് നമ്മൾ കഴിഞ്ഞത്. ഇനി 3ാമത്തെ കണക്കാണ് നമ്മൾ എഴുതേണ്ടത്. എഴുതിക്കോ 3ാമത്തെ ക്വസ്റ്റ്യൻ. Write down എല്ലാവരും ടെക്സ്റ്റ് നോക്കി എഴുതാം. Write down the sequence of the natural question എഴുതിയിട്ടുണ്ടാവണം. Write down the sequence of the natural numbers leaving remainder 1 on the division by 3 and the sequence of the natural number leaving the remainder 2 on division by 3. മലയാളം എഴുത്തിന്റെ ഒരു ചോദ്യം നോക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന 3 കൊണ്ട് ഹരിച്ചാൽ തന്നെ 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി. ചോദ്യം കിട്ടിയോ? 3 കൊണ്ട് ഹരിച്ചാൽ ആദ്യം ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകൾ, പിന്നെ 3 കൊണ്ട് ഹരിച്ചാൽ തന്നെ ശിഷ്ടം 2 വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായി. ഏതൊരു നമ്പറിനെ ആയാലും നമ്മുടെ എന്താ പറയുക സീക്വൻസ് എഴുതാൻ പറഞ്ഞേക്കാണ്. എങ്ങനത്തെ നമ്പേഴ്സ് ആണ്? നാച്ചുറൽ നമ്പേഴ്സ് ലിവിംഗ് റിമൈൻഡർ 1 ശിഷ്ടം 1 വരണം, ഡിവിഷൻ ബൈ 3. നമ്മൾ 3 കൊണ്ട് ഹരിക്കണം. ഇപ്പൊ ഒരു സംഖ്യ നീക്കി എഴുതാണ്. ഏതെങ്കിലും ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 വരണം. ശിഷ്ടം 1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ശിഷ്ടം നമുക്ക് മൈനസ് ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ കൂട്ടുകാരാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ 3 കൊണ്ട് ഹരിക്കാം. ഈ സംഖ്യനെ ഇപ്പൊ ഇവിടെ നമ്മള് ഇത് 9 ആണെന്ന് വിചാരിക്കും. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3 കിട്ടി അല്ലേ? 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. ശിഷ്ടം 1 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ 1 കൂട്ടണം. അപ്പൊ 9 + 1 10. 10 കിട്ടിയാലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 10 കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ 9 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 3 വരുള്ളൂ. വേറെ ശിഷ്ടം വരുന്നുണ്ടോ? ഇല്ല. 10നെയാണ് 3 കൊണ്ട് ഹരിക്കുമ്പോ എത്ര കിട്ടും? എത്ര കിട്ടുന്നത്? ഹരണഫലം എത്രയാ? 3 × 3 9 ആണ് വരണത് അല്ലെ. അപ്പൊ 9 10ൽ നിന്ന് കുറച്ചാൽ ശിഷ്ടം എത്ര വരുന്നുണ്ട്? ഇവിടെ റിമൈൻഡർ 1 കിട്ടി ഇല്ലേ? അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാ കാണാം? ഒന്നുകൂടി നോക്കാം. നമ്മുടെ ചോദ്യം, നമ്മൾ ഏതൊരു സംഖ്യനെ ആയാലും 3 കൊണ്ട് ഇൻഡു ചെയ്യാം. ഏത് സംഖ്യനെ ആയാലും ഇപ്പൊ 3നെ 3 കൊണ്ട് ഇൻഡു ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 9 + 1 കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? 10. അത് നമ്മുടെ ഇതിന് പറഞ്ഞ സംഖ്യയല്ലേ 10. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. അപ്പൊ ഇത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്താ ചെയ്യേണ്ടത്? നമ്മള് ഏത് സംഖ്യനെ ആയാലും ഇപ്പൊ ഈ ഒരു സംഖ്യ 10നെ 3 കൊണ്ട് ഹരിച്ച് -1 ശിഷ്ടം 1 ആണ്. അങ്ങനെ കിട്ടണമെങ്കിൽ നേരെ 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോ എങ്ങനെയാ കിട്ടുന്നത്? 3 × 3 എത്രയാ? 9. അതിന്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 10. അപ്പൊ ഈ ഒരു ശ്രേണി ഉണ്ടാക്കാൻ എളുപ്പ വഴി ഞാനൊരു തിയറി ആയിട്ട് തരാണ്. നമ്മൾ എന്ത് ചെയ്യണം? 3നെ എന്ത് ചെയ്യണം? നാച്ചുറൽ സംഖ്യ കൊണ്ട് കൂട്ടാം, ഇൻഡു ചെയ്യാം, +1. അപ്പൊ നമുക്ക് നമ്മുടെ സീക്വൻസ് കിട്ടും. മനസ്സിലായോ? എന്താ ചെയ്യണ്ടേ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഇൻഡു ചെയ്യാം, എന്നിട്ട് 1 കൂട്ടാം. അപ്പൊ എത്ര കിട്ടുന്നത്? നമുക്ക് ഈ തിയറി മനസ്സിലാക്കി വെക്കാം കേട്ടോ. 3 × n + 1 ആണ്. 3ന്റെ ഗുണിതങ്ങളായിരിക്കും. 3 × n എന്ന് പറഞ്ഞാൽ എന്തായാലും 3ന്റെ ഗുണിതം. അതിന്റെ കൂടെ 1 കൂട്ടിയാൽ ഇപ്പൊ 3 × 1 3 ആണ്. അതിന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാ? 4. അപ്പൊ നിങ്ങൾ ഒന്ന് ഹരിച്ചു നോക്കിയേ. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി? ഒരു പ്രാവശ്യം പോവും, ബാക്കി ശിഷ്ടം 1 വരുന്നില്ലേ? അപ്പോ ഇനി ഇവിടെ സംഖ്യ എഴുതാൻ നമ്മൾ എന്താ ചെയ്യാം നോക്കാം. ഈ ശ്രേണി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ചോദ്യം.
3 കൊണ്ട് ഹരിച്ചാൽ ഒരു സംഖ്യേനെ 3 കൊണ്ട് ഇതാണ് നോക്കിയ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം. അതിന് നമ്മള് എന്ത് ചെയ്യണം? 9ന്റെ കൂടെ 1 കൂട്ടി 10 ആക്കി. അപ്പൊ ഇവിടെ നമ്മൾ തുടങ്ങാം. ഇനി ശ്രേണി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം എന്താ ചെയ്യാം? 3നെ 0 തുടങ്ങി തുടങ്ങാം കേട്ടോ. 3നെ 0 കൊണ്ട് ആദ്യം എഴുതാം. 3 × 0 എത്രയാ? ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്രയാ കിട്ടുന്നത്? 0. അപ്പൊ 3നെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 0 പ്ലസ് 1 എത്രയാ കിട്ടുന്നത്? ഉത്തരം 1. ഇനി 3നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 0 കഴിഞ്ഞ അടുത്ത സംഖ്യ 1. 3 × 3 എത്രയാ? 3 പ്ലസ് 1 എത്രയാ? 4. ഇനി അടുത്തത് 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. പ്ലസ് 1 ചെയ്യാം. 3 × 2 6. 6 പ്ലസ് 1 7. അടുത്തത് 3 × 3 പ്ലസ് 1 എത്ര കിട്ടി? 3 × 3 9 പ്ലസ് 1 10. മനസ്സിലായില്ലേ? ശ്രേണി എഴുതാൻ പറഞ്ഞാൽ ഒരു 3 സംഖ്യ അല്ലെങ്കിൽ 4 സംഖ്യ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് ഡോട്ട്സ് ഇട്ടുക. അടുത്തതും നമുക്ക് കിട്ടും എളുപ്പമാണ്. 3 × എന്താ ചെയ്യേണ്ടത്? 4. 3 × 4 12 പ്ലസ് 1 എത്ര കിട്ടാം? 13 ആണ്. അപ്പൊ ഇനി നമ്മളോട് ചോദ്യം ഇതാണ്. ഫസ്റ്റ് 2 ചോദ്യം ഉണ്ടായില്ല കേട്ടോ. അതിലെന്താ 2 ചോദ്യം പറഞ്ഞേ? 3 കൊണ്ട് ഗുണിച്ചാൽ ശിഷ്ടം 1. മലയാളം മീഡിയക്കാര് ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 വരണം. അപ്പൊ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സംഖ്യയും നാച്ചുറൽ നമ്പേഴ്സിന് വരുന്ന നേരെ ഓപ്പോസിറ്റ്. ഹരിക്കുന്നതിന് പകരം നമ്മൾ എന്താ ഗുണിച്ചു. ഇനി ശിഷ്ടം 1 വരണം, 1 കുറയ്ക്കുക ചെയ്തത് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? അതിന് നേരെ ഓപ്പോസിറ്റ് കുറയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്തു? കൂട്ടി. ഇതാണ് നമുക്ക്. അപ്പോ ഒന്നാമത്തെ സംഖ്യ 1. ഇനി ശ്രേണി എടുത്തെഴുതണം. ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരാ. ഇതിങ്ങനെ കണ്ടെഴുതി കഴിഞ്ഞാൽ ഇനി അടുത്തത് ശ്രേണി എഴുതണം. 1 4 കോമ ഇടാം. 7 കോമ 10 കോമ. ഇനി നമ്മൾ കണ്ടിട്ടില്ല, അപ്പൊ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. കോമ ഇട്ടിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. സീക്വൻസ് എഴുതുമ്പോ ഇവിടെ വെച്ച് നിർത്തരുത്. ശ്രേണിയുടെ സീക്വൻസ് പറഞ്ഞിട്ടുണ്ടോ? സീക്വൻസ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ സീക്വൻസ് എഴുതി. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് That is the sequence of the natural numbers leaving remainder 1 by the division by the 3, and the sequence of the natural number leaving remainder 2 by the division by 3. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2. ആദ്യത്തെ നമ്മൾ എഴുതി 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം. അപ്പൊ ഹരിച്ചാൽ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇതിന് 3 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് ശിഷ്ടം നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഈ സംഖ്യ അല്ലെ 4 കൊണ്ട് 4നെ നിങ്ങൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോകും, ബാക്കി 1. 7 3 × 2 6 അല്ലേ? ശരിക്കും പോകും 6. പക്ഷെ ശിഷ്ടം 1 ഉണ്ട്. അപ്പൊ 7 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 വന്നു. അതേപോലെ തന്നെ 10 എടുക്കുമ്പോഴും 10നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 9 പോവും. ബാക്കി റിമൈൻഡർ 1 കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ അടുത്ത ഇത്രയും നമുക്ക് കിട്ടിയെങ്കിൽ അടുത്ത ചോദ്യം ഒന്ന് പറഞ്ഞേക്ക്. എന്താ പറഞ്ഞേക്കുന്നത്? 2 ശിഷ്ടം. ശിഷ്ടം 1 തന്നെ. ഡിവിഷൻ ബൈ 3 സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സ് ലിവിംഗ് ദ റിമൈൻഡർ 2. ശിഷ്ടം നമുക്ക് എത്രയാ വേണ്ടത്? 2 ആണ്. അപ്പൊ നമ്മൾ ആ ശിഷ്ടം ഇവിടെ 1 അല്ലേ ഉണ്ടായത്? ഇത്രയും വ്യത്യാസമുള്ളൂ. ഇവിടെ ശിഷ്ടം 1 എന്ന് പറയുമ്പോൾ 1 കൂട്ടി. ഇവിടെ ശിഷ്ടം 2. ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. എങ്ങനെയാ? 3 × പറഞ്ഞോ 0 വെച്ച് ഇൻറ്റു ചെയ്യണം. കാരണം ആദ്യത്തെ സംഖ്യ 1 ആണ് കേട്ടോ. 3 കൊണ്ട് ഹരിച്ച ശിഷ്ടം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 4 7 10 ഒക്കെ കിട്ടും നിങ്ങൾക്ക്. കാരണം അറിയാം 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് അതിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. പക്ഷെ 1 ഉണ്ട്. ഈ 1നെ നിങ്ങളൊന്ന് ഹരിച്ചു നോക്കി കാണിച്ചു തരാം. 3നെ 1 കൊണ്ട് ഹരിക്കാം. 1നെ 3 കൊണ്ട് നമ്മള് ചെയ്യാണ്. 10 അല്ല 1 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ 0 10 ആയില്ലേ? 10ന് 3 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം 9. റിമൈൻഡർ 1. ശരിയായില്ലേ? നമ്മുടെ തീരുന്നൊക്കെ ഈ 1 എന്ന് പറയുന്ന സംഖ്യനെ 3 കൊണ്ട് ഹരിച്ചപ്പോ ശിഷ്ടം 1. ഉത്തരത്തിന് വേണമെന്ന് പറഞ്ഞില്ല. ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1. അപ്പൊ ആദ്യത്തെ നമ്പർ എപ്പോഴും 1 ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം. എല്ലാവരും എഴുതുമ്പോ 4 7 10 ഒക്കെ കിട്ടും. പക്ഷെ 1 കിട്ടില്ല. അപ്പൊ ഇത് എളുപ്പം വഴി ഞാൻ ഇങ്ങനെ എഴുതിയിട്ടേക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേ. 3 × 0 പ്ലസ് 1. അതേപോലെ ഇനി അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ 3 × 0 പ്ലസ് ശിഷ്ടം എത്രയാ? റിമൈൻഡർ എത്രയാണ്?
റിമൈൻഡർ 2 ആണ്. ശിഷ്ടം 2 വേണം. അപ്പൊ അത് കൂട്ടുകയാണ്. 3 ഇൻറ്റു 0 എത്രയാ? 0. ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 0 ആണ്. അപ്പൊ 3 ഇൻറ്റു 0 0 പ്ലസ് 2 എത്ര കിട്ടി ഉത്തരം? 2. ഇനി ഇതുപോലെ തന്നെ ചെയ്യാം. 3 ഇൻറ്റു 1 3 ഇൻറ്റു 1 3 പ്ലസ് 2 എത്രയാ? 5. ഇനി 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 6 6 പ്ലസ് 2 8 അല്ലേ? ഇനി അടുത്തത് 3 ഇൻറ്റു 3 പ്ലസ് 2 3 ഇൻറ്റു 3 9 പ്ലസ് 2 11. ഇനി ഇതുപോലെ തന്നെ സീക്വൻസ് എടുത്ത് എഴുതാ. ഇവിടെ എത്രയാ? കാണില്ല എല്ലാവർക്കും? 2 5 8 11 കോമയിടാം, എന്നിട്ട് ഡോട്ട്സ് ഇടാം. കിട്ടിയ ക്വസ്റ്റ്യൻ? എല്ലാവരും ഒന്നുകൂടി അതിനുമായിട്ട് ഇത് കാണും, ശ്രദ്ധിക്കാം. എന്താ ഇവിടെ ചോദ്യം? എന്താ ചോദ്യം? നോക്കുക. ഇനി മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയക്കാർ രണ്ട് കൂട്ടി നോക്കുക. എപ്പോഴും 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം എത്ര വരണം? 1 വരുന്ന എണ്ണൽ സംഖ്യ. അതാണ് നമ്മൾ ശിഷ്ടം 1 അല്ലെങ്കിൽ 1 കൂട്ടി. അടുത്തത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന എണ്ണൽ സംഖ്യകൾ. Write down the sequence of the natural numbers, leaving the remainder 1 on the division by 3, and the sequence of the natural numbers, leaving the remainder 2 by the division by 3. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം. ഇത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരണം. 2 സീക്വൻസും ഇപ്പൊ എഴുതി ഇല്ലേ? ഇതാണ് ആദ്യത്തെ ഉത്തരം, ഇത് രണ്ടാമത്തെ ഉത്തരം. ശരിക്ക് വൃത്തിയില് ഇങ്ങനെ ചെയ്ത് സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന ശ്രേണി ഇത് എഴുതണം. അതുപോലെ തന്നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന ശ്രേണി എന്ന് പറഞ്ഞ് ശരിക്കത് എഴുതണം. മനസ്സിലായോ എല്ലാവർക്കും ക്വസ്റ്റ്യൻ? മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുക, എളുപ്പമാണിത് സീക്വൻസ് എഴുതാനായിട്ട്. അടുത്ത ചോദ്യം, നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് of the natural numbers ending in 1 or 6. Ending in 1 or 6, and describe it in 2 other ways. And describe it in 2 other ways. Write down the sequence of the natural numbers ending in 1 or 6 and describe it in 2 other ways. 1, 6 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതാൻ. 1, 6 എന്ന അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതാം. ഈ ശ്രേണിയെ മറ്റു 2 തരത്തില് എഴുതിക്കാം. അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ എന്താ പറയുന്നത്? 1, 6 ചെയ്തോളെ. ഒന്ന് എഴുതി നോക്കിയേ. 1, 6 നമ്മുടെ എണ്ണൽ സംഖ്യകൾ നോക്കാം. ഇപ്പൊ 1 മുതൽ 10 വരെയുള്ള സംഖ്യ എടുക്കാം. എല്ലാവർക്കും അറിയാം 1 മുതൽ 10 വരെയുള്ള സംഖ്യകളില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്രയാ? അത് ഫസ്റ്റ് നമ്പർ 1. ഇനി അടുത്തത് 6 അവസാനിക്കുന്നത് 6 അല്ലേ? പിന്നത്തെ 1 മുതൽ 10 വരെയുള്ളവർ കഴിഞ്ഞു ഇല്ലേ? 1 മാറില്ലയോ? ഇനി 10 തുടങ്ങിയുള്ളവർ പറഞ്ഞേ. 1 അവസാനിക്കുന്നത് ഏതാ? 11. കിട്ടുന്നില്ലായിരിക്കും. അടുത്തത് തന്നെ എഴുതി നോക്ക്. 11. പിന്നത്തെ ഏതായിരിക്കും? 6. പിന്നെ 1 അവസാനിക്കുന്നില്ല. അപ്പൊ 6 അവസാനിക്കുന്നത് 16. പിന്നത്തെ 21. പിന്നെ 26. ഇങ്ങനെ പോകും അല്ലെ? 4 എഴുതിയാലും മതി. ഇതാണ് ശ്രേണി സീക്വൻസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയല്ലേ? എന്താ ഫസ്റ്റ് ചോദ്യം? ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? 1 അല്ലെങ്കിൽ 6 രണ്ടും വേണം കേട്ടോ. 1, 6 അവസാനിക്കുന്ന സംഖ്യകൾ. അപ്പൊ 1, 6 പിന്നെ 10 തുടങ്ങി 20 വരെ 11, 16 പിന്നെ 21, 26. ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം ഇത് 1 ആണ്, ഇത് 6. ഇതിന്റെ അവസാനത്തെ നമ്പർ 1,
6. ഇതിന്റെ 1, ഇതിന്റെ 6. സീക്വൻസ് എഴുതിയിട്ടില്ലേ? ഇത് സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി പക്ഷെ ഈ സംഖ്യനെ 1, 6, 11, 16, 21, 26 ഇതിനെ 2 രീതിയിൽ നമുക്ക് എഴുതണം. എങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റാം? 2 രീതിയിൽ, ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇതിനെ ബീജഗണിത രൂപത്തിൽ നമ്മൾ ഇതാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇതിനെ എങ്ങനെ വിശദീകരിച്ച് പറയും. ഈ നമ്പേഴ്സ് ഇപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു എന്താണ്? 1 6 അവസ്ഥ, അതൊരു ചോദ്യം തരുന്നത്. ഇനി വേറെ 2 രീതിയിൽ ഇതിന്റെ ചോദ്യം ഉണ്ടാക്കാൻ. എങ്ങനെയാ നോക്ക? ഇതിനെ 1ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 6 വരണേ? തന്നെ എത്രയാ? 5 അല്ലേ? 1ന്റെ കൂടെ 5 കൂട്ടിയാൽ 6. ഇനി 6ന്റെ കൂടെ നോക്കി എത്ര കൂട്ടിയാലാ? 11. 11 6 കുറച്ച് എത്ര കിട്ടി? 5 അല്ലേ? 11ന്റെ കൂടെ 5 കൂട്ടിയാലാണ് 16. 16ന്റെ കൂടെ 5 കൂട്ടിയാൽ 21. അപ്പൊ ഇത് ആദ്യത്തെ രീതി നമുക്ക് എഴുതാം. എങ്ങനെയാണ്? പൊതുവ്യത്യാസം 5 വരുന്ന ശ്രേണി. ഇതെന്താ എഴുതാം? എഴുതി വെക്കുക എല്ലാവരും. പൊതുവ്യത്യാസം 5 വരുന്ന സംഖ്യാ ശ്രേണി. ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതാം. എന്താണ്? The sequence with a common difference 5. The sequence with the starting with 1 and a common difference 5. അതുകൂടി എഴുതണം കേട്ടോ. ഒന്നാമത്തെ സംഖ്യ 1ഉം പൊതുവ്യത്യാസം 5ഉമായ സംഖ്യകളുടെ ശ്രേണി. അങ്ങനെ എഴുതണം. എന്താണ്? ആ ഒന്നാമത്തെ സംഖ്യ കൂടി എഴുതിയിരിക്കണം. ഒന്നാമത്തെ സംഖ്യ 1ഉം പൊതുവ്യത്യാസം 5 വരുന്ന സംഖ്യകളുടെ ശ്രേണി. കിട്ടിയേ? ഇംഗ്ലീഷ് മീഡിയക്കാരെ എഴുതിയോ? എന്താ? The first number 1 ആണ് and the common difference 5. പക്ഷെ ഇനി എത്ര എഴുതാൻ പറ്റുന്നുണ്ട്? 2 രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ നോക്കി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാം? വേറൊരു രീതിയിൽ എഴുതാം. ഇപ്പൊ നമ്മൾ ചെയ്ത രീതി 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത പക്ഷെ ഇഷ്ടമല്ലേ? അതുപോലെ ഇതിനിപ്പോ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തേക്കണം? നോക്കി 5 കൊണ്ടല്ലേ? അല്ലേ? അപ്പൊ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 1നെ നമ്മൾ 1 ചെറിയ സംഖ്യയാണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ഉള്ളത്? പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ 10. അപ്പൊ എത്ര കിട്ടി? കിട്ടിയില്ല? ഉത്തരം പോയിന്റ് ഉണ്ട്. ശിഷ്ടമുണ്ടോ? ഇവിടെ 10 വരുന്ന സമയത്ത് എഴുതില്ല. ഇനി 6 6നെ ഹരിക്കുമ്പോ എന്താ വരുന്നത്? 5 കൊണ്ട് ഹരിച്ചൂടെ? പക്ഷെ ശിഷ്ടം എത്ര കിട്ടുന്നത്? ശിഷ്ടം നമുക്ക് റിമൈൻഡർ 1 വരുന്നുണ്ട്. അപ്പോ റിമൈൻഡർ 1 by dividing by 5. എങ്ങനെ എഴുതാം? അടുത്തത് 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. ഒന്നാമത്തെ സംഖ്യ 1 കഴിഞ്ഞു. 1 തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? 1 തുടങ്ങി 5 കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. അപ്പോ ഇവിടെ എന്താ എഴുതേണ്ടത്? ശ്രേണി എഴുതാനായിട്ട് 1 എന്ന സംഖ്യ തുടങ്ങി എങ്ങനെ എഴുതാ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന. If we divided by 5, the remainder should be 1. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ രീതി എഴുതാം. 1 6 അവസാനിക്കുന്ന സംഖ്യകൾ. 2 രീതിയിൽ എഴുതാനേ പറഞ്ഞുള്ളൂ കേട്ടോ. ഏതെങ്കിലും 2 രീതിയിൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയില്ലേ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുള്ള സെറ്റില് അതും കൂടി നമുക്ക് ഇന്ന് ചെയ്തു തീർക്കണം. അപ്പൊ 5th ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതാം. ടെക്സ്റ്റിൽ നോക്കി എഴുത്. എ ടാങ്ക് കണ്ടെയ്ൻ 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? And what is there? Write their numbers in sequence. Sequence എഴുതാനാണ് പറയുന്നത്. മലയാള മീഡിയത്തിലെ ക്വസ്റ്റ്യൻ ഇല്ലേ? എന്റെ ടെക്സ്റ്റ് പഴയ ടെക്സ്റ്റ് ആണ്, മലയാള മീഡിയത്തിന്റെ. അതിൽ ആ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ ഈ കൊല്ലത്തെ ഈ ടെക്സ്റ്റ് പുതിയ ടെക്സ്റ്റ് ഉള്ളവർക്ക് സെയിം 5ാമത്തെ ക്വസ്റ്റ്യൻ അതിലുണ്ട്. ഇത് പഴയ ടെക്സ്റ്റ് ആണിത്, അതുകൊണ്ട് ഇതിൽ ആ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം. എ ടാങ്ക് കണ്ടെയ്ൻ 1000 ലിറ്റർ, 1000 ലിറ്റർ വെള്ളമുള്ള അതുണ്ടോ നോക്കി അതില്.
and it flows out at the rate of 5 liters per second. ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെച്ച് കുറഞ്ഞ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനിലും ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെച്ച് കുറയണം. ആ ചോദ്യം കണ്ടോ? എല്ലാവരും മലയാളം മീനുകാർ കണ്ടില്ലേ? ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാട്ടെ. എന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചോദ്യം ഇല്ലാത്തതുകൊണ്ടാണ്. പുതിയ ടെക്സ്റ്റിൽ ഉള്ളത്. ചോദ്യം എഴുതി കഴിഞ്ഞില്ലേ? ഇനി നോക്കാം ഉത്തരം എന്താണെന്ന്. എല്ലാവരും എഴുതിയ ചോദ്യം ശരിക്കും വ്യക്തമായിട്ട് എഴുതണം. എങ്ങനെ ഉത്തരം ചെയ്യേണ്ടത്? ഒരു ടാങ്കില് കണ്ടെയ്ൻ 1000 liters ഓഫ് വാട്ടർ. ഒരു ടാങ്കില് ആകെ എത്രയുണ്ട്? 1000 ലിറ്റർ വെള്ളം. കിട്ടിയോ? ഈ 1000 ലിറ്റർ വെള്ളമുണ്ട്. എന്നിട്ട് പറയുന്നത് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 5 liters per second. അടുത്ത സെക്കൻഡില് എത്ര ഉണ്ടാവും അതില്? ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെച്ച് പോകും. അപ്പോ 1000 ലിറ്റർ ഉണ്ടായ വെള്ളം അടുത്ത സെക്കൻഡിൽ 5 കുറഞ്ഞു. അപ്പൊ എത്രയാക്കിയിട്ടുണ്ട്? 995. പിന്നത്തെ സെക്കൻഡ് ആവുമ്പോ എത്രയാവും? 990. പിന്നത്തെ സെക്കൻഡ് ആവുമ്പോ 5 കുറച്ചല്ലേ പോണ്ടത്? ആദ്യം ഒരു സെക്കൻഡ് കഴിയുമ്പോ അതിൽ 5 കുറഞ്ഞു. അപ്പൊ 995. അടുത്തൊരു സെക്കൻഡ് കുറയുമ്പോ 990. പിന്നത്തെ ഒരു സെക്കൻഡ് കുറഞ്ഞാൽ എത്രയായിരിക്കും? 985. പിന്നെ വരുമ്പോ 980. അങ്ങനെ പോകും. എഴുതിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. A tank contains 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the bank after each second? ഇതാണ് ചോദ്യം. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾ എഴുതാം ഫസ്റ്റ് സെക്കൻഡ് 995 അങ്ങനെ എഴുതണം കേട്ടോ. ചോദ്യം ആദ്യം സീക്വൻസ് എഴുതാൻ വരട്ടെ. ഇത് സീക്വൻസ് ആണ് എഴുതുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾ എഴുതണം ആഫ്റ്റർ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കഴിയുമ്പോ 1995 കുറച്ചു. അപ്പോ 1005 കുറച്ചു. അപ്പൊ കിട്ടി നമുക്ക് 995. പിന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സെക്കൻഡ് കഴിയുമ്പോ 995 5 കുറയ്ക്കുക. അപ്പൊ 990. അല്ല തേർഡ് സെക്കൻഡ് കഴിയുമ്പോ വീണ്ടും ഈ 990 നിന്ന് 5 കുറയ്ക്കുക. അപ്പൊ 985. പിന്നെ വീണ്ടും അങ്ങോട്ട് കുറയ്ക്കാം ഇല്ലേ? രണ്ടാമത്തെ ചോദ്യമാണ് അതിലെ സീക്വൻസ് എന്താണ്? ആ സീക്വൻസ് അപ്പൊ നിങ്ങൾ എഴുതണം. സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും ഇങ്ങനെ എഴുതാം. 995, 990, 985. ഒരു 4 എഴുതിക്കോ കേട്ടോ. 980. കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. കാരണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. സീക്വൻസ് എപ്പോഴും എഴുതുമ്പോ കണ്ടിന്യൂ ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത്രയാണ് നമുക്ക് ഇന്ന് എടുക്കാൻ ഉള്ളത്. നമ്മുടെ ഈ കണക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നാളെ എടുക്കാം.